പുതിയ വീഡിയോ അപ്ഡേറ്റ്സുകൾക്ക് A to Z ട്രിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും A to Z ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് NPCL ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ പുതിയ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തെല്ലാം നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്, ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയുക എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ വിവിധ തസ്തികകളിലേക്കാണ് അപേക്ഷ വന്നിരിക്കുന്നത്. അപ്പോൾ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. 27 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പോസ്റ്റ് നെയിം ഇതാണ്: ലീഡിംഗ് ഫയർമാൻ 1 വേക്കൻസി, ഡ്രൈവർ കം പമ്പ് ഓപ്പറേറ്റർ കം ഫയർമാൻ 5 വേക്കൻസി, അസിസ്റ്റന്റ് ഗ്രേഡ് HR വരുന്നത് 9 വേക്കൻസി ഉണ്ട്. അതുപോലെ അസിസ്റ്റന്റ് ഗ്രേഡ് ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ് വരുന്നത് 4 വേക്കൻസി, അസിസ്റ്റന്റ് ഗ്രേഡ് കോൺട്രാക്ട് ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ് വരുന്നത് 3 വേക്കൻസി, അതുപോലെ സ്റ്റെനോ ഗ്രേഡ് 1 വരുന്നത് 5 വേക്കൻസി. മൊത്തം 27 വേക്കൻസികളാണ് വന്നിരിക്കുന്നത്. അതിൽ ആദ്യം തന്നെ പറയട്ടെ, ലീഡിംഗ് ഫയർമാനും അതുപോലെ ഡ്രൈവർ കം പമ്പ് ഓപ്പറേറ്റർ കം ഫയർമാനും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ, സമാന ട്രേഡിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുള്ളൂ. മറ്റുള്ള എല്ലാ തസ്തികകളിലേക്കും ഡിഗ്രിയാണ് യോഗ്യത വന്നിരിക്കുന്നത്. നമുക്ക് അസിസ്റ്റന്റ് ഗ്രേഡ് HR അപേക്ഷിക്കാം, അതുപോലെ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ്, അതുപോലെ കോൺട്രാക്ട് ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ്, സ്റ്റെനോ ഗ്രേഡ് എന്ന് പറയുന്ന തസ്തികകളിലൊക്കെ വരുന്നത് ഡിഗ്രി യോഗ്യതയുള്ളവർക്കാണ്. ഡിഗ്രി വിത്ത് 50% മാർക്ക് ഉള്ളവർക്കാണ് ഇത് അപേക്ഷിക്കാൻ കഴിയുക. അതുപോലെ തന്നെ ഇതിലേക്കുള്ള ഏജ് എന്ന് പറഞ്ഞാൽ 21 to 28 വയസ്സ് വരെ അപേക്ഷിക്കാം. അതുപോലെ OBCക്ക് 3, SC/STക്ക് 5 വയസ്സുകളുടെ ഇളവ് ഉണ്ടാവും. ഈ ഒരു അസിസ്റ്റന്റ് ഗ്രേഡ് എന്ന് പറഞ്ഞ തസ്തികയിലേക്ക്, അതുപോലെ ആ ഒരു തസ്തികയിലേക്ക് വരുന്ന സാലറി 25,500 രൂപയാണ് ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ലഭിക്കുക. ഈ ഒരു ഞാൻ പറഞ്ഞു ഡിഗ്രിയാണ് യോഗ്യത എന്ന് പറഞ്ഞ് 50% മാർക്കോടെ ഡിഗ്രി പ്ലസ് അതിലേക്ക് കമ്പ്യൂട്ടർ നോളജും ഉണ്ടായിരിക്കണം. അതിൻ്റെ വിശദമായിട്ട് വിവരങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പറയുന്ന എല്ലാ ജോബ് വേക്കൻസികളുടെയും നോട്ടിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നതാണ്. തീർച്ചയായും നിങ്ങൾ ആദ്യം അത് ചെക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ടതിന് ശേഷം. അതിനുശേഷം അതുപോലെ അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 30 ആണ്. സെപ്റ്റംബർ 30 വരെ മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ യോഗ്യതയുള്ള ആളുകൾ അപേക്ഷിക്കേണ്ടത് വിധം ഓൺലൈനായിട്ടാണ്. നിങ്ങൾക്ക് www.npcilcareers.co.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 ടെസ്റ്റുകളുണ്ടാകുക. പ്രിലിമിനറി ടെസ്റ്റ്, രണ്ടാമത്തെ അഡ്വാൻസ് ടെസ്റ്റ് എന്ന ടെസ്റ്റുകളുണ്ടാകുക. ഒന്നാമത്തെ പ്രിലിമിനറി ടെസ്റ്റിൽ 1 മണിക്കൂറിൻ്റെ ടെസ്റ്റ് ആയിരിക്കും. അതിൽ മാത്തമാറ്റിക്സ് 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, സയൻസിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ജനറൽ അവയർനെസ് 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. രണ്ടാമത്തെ അഡ്വാൻസ് ടെസ്റ്റ് എന്താണ്, 2 മണിക്കൂറിൻ്റെ ടെസ്റ്റ് ആയിരിക്കും. ഈ ടെസ്റ്റിൽ ഒന്നാമത്തെ പ്രിലിമിനറി ജയിച്ചാൽ മാത്രമേ രണ്ടാമത്തെ ടെസ്റ്റിൽ നമുക്ക് ക്വാളിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭിക്കുന്നതാണ്. നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പോസ്റ്റുകൾ നിങ്ങൾ മറ്റുള്ള സുഹൃത്തുക്കൾക്കും അറിയിച്ചു കൊടുക്കുക. കാരണം ഒരാൾക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ ഇടുമെന്ന് കരുതിയിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.